അപ്പോൾ ഇന്ന് നമ്മൾ ചൈനീസ് ഓറഞ്ച് വെച്ചിട്ട് ഒരു സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കുന്നത് ബേസിക്കലി ചൈനീസ് ഓറഞ്ച് എന്ന് വെച്ചാൽ കൊഴിഞ്ഞു വീഴുന്നതും നമുക്ക് പറിച്ചെടുത്തതുമായ ചൈനീസ് ഓറഞ്ച് പ്രിസർവ് ചെയ്യാനായിട്ടാണ് ഈ സിറപ്പ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു രസന എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടാങ്ക് എടുക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് സിറപ്പ് ഒഴിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ചൈനീസ് ഓറഞ്ചൊക്കെ കട്ട് ചെയ്ത് പിഴിഞ്ഞ് എടുക്കുക. അപ്പോൾ പിഴിഞ്ഞെടുത്തേക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് 1 ഗ്ലാസ് ചൈനീസ് ഓറഞ്ചാണ്. അപ്പോൾ 1 ഗ്ലാസ് ചൈനീസ് ഓറഞ്ച് എന്ന് പറയുമ്പോഴേക്കും അതേ സെയിം ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പഞ്ചസാര, 2 ഗ്ലാസ് പഞ്ചസാരയാണ് 1 ഗ്ലാസ് ചൈനീസ് ഓറഞ്ചിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് പഞ്ചസാരയിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര തരികളായിട്ടുള്ളത് എല്ലാം ഉരുകി ഈ വെള്ളത്തിലേക്ക് അലിയുന്ന വരെയും അത് ബോയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ബോയിൽ ചെയ്ത് പഞ്ചസാര പാനിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ വലിയ ചൂടങ്ങോട്ട് മാറിക്കഴിയുമ്പോഴേക്കും ആ 1 ഗ്ലാസ് ചൈനീസ് ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് തണുക്കുന്നത് വരെ, അതായത് റൂം ടെമ്പറേച്ചറിൽ നോർമലായിട്ട് തണുക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുപ്പിയിലേക്ക് അത് പകർത്തി വയ്ക്കാം. നമ്മുടെ സിറപ്പ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് വേറെ അഡീഷണൽ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. നമ്മളുടെ ഒരു മധുരത്തിനനുസരിച്ചിട്ട് സിറപ്പ് ആഡ് ചെയ്യുക, ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ടാങ്ക് കുടിക്കണേക്കായും രസന കുടിക്കണേക്കായും എന്തുകൊണ്ടും നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രൂട്ട് കണ്ടൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. പഞ്ചസാര ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ എന്നാലും ഒരു ഫ്രൂട്ട് കണ്ടൻറ്റും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ട്രൈ ചെയ്തെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക.